പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഷെയ്ഖ് അഫ്സലാണ്. ഷെയ്ഖ് അഫ്സൽ മലയാളത്തിൽ നിരവധി സിനിമകൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. ഈ സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തൊരു കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇത് ഈ സിനിമ ഈ പറഞ്ഞ തന്നെ ഭയങ്കര ഒരു സ്റ്റാർ ഫിലിമൊന്നുമല്ല. ഇപ്പോൾ ആസിഫ് അലി എന്ന് പറഞ്ഞ വ്യക്തി വന്നതോടെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയത് ബിസിനസ് പ്രൊപ്പോർഷൻസൊക്കെ. പക്ഷേ എന്ന് പറയുമ്പോൾ പോലും ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് ധൈര്യക്കുറവ് കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നു. അവർ എന്നോട് ഇപ്പോൾ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ചുകൂടി വലിയൊരു സ്റ്റാറിൻ്റെ പടം ചെയ്തുകൂടാ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ സിനിമയിൽ നമ്മുടെ കണ്ടൻറ്റാണ് സ്റ്റാർ എന്ന് എപ്പോഴും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ഒരാളാണ് ഷെയ്ഖ് അഫ്സൽ. കാരണം അദ്ദേഹം കഥയും തിരക്കഥയും വായിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അസോസിയേറ്റ് പ്രൊഡ്യൂസർ ഷലീൽ അസീസ് എന്ന് പറഞ്ഞ വേറൊരു പ്രൊഡ്യൂസറുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കേട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ പറയാണ് ഇത് നമുക്ക് സിനിമ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നന്നാവണം, ഈ പ്രോഡക്റ്റ് നന്നാവും, ഞങ്ങൾക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വന്ന രണ്ടാൾക്കാർ. എനിക്ക് അവരുടെ ആ ഒരു സിനിമേനെ സ്നേഹിക്കുകയും സിനിമയെ മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തികളെന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ അങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് ഈ മലയാള സിനിമയിൽ ഇനിയും വേണ്ടത്. കാരണം അങ്ങനത്തെ ആൾക്കാർ വരുമ്പോഴാണ് ഇവിടെ നല്ല സിനിമകൾ ഉണ്ടാവുക. അല്ലെങ്കിൽ പൊതുവേ പറയുകയാണെങ്കിൽ സിനിമയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബിസിനസ്സാണ് നടക്കുന്നത്. പുതിയ പ്രോജക്ട്സും പുതിയ ബിസിനസ്സുമാണ് നടക്കുന്നത്. നല്ല സിനിമകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഷലീൽ അസീസിൻ്റെയും ഷെയ്ഖ് അഫ്സലിൻ്റെയും പോലത്തെ കുറച്ച് ആൾക്കാർ വന്ന് അവർ എന്താ പറയുക നല്ല കഥകൾ തിരഞ്ഞെടുക്കുകയും അത് ഒരു യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന ഒരു സമയവും കാശും അതാണ് നമുക്ക് വേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇനിയും ഇതേപോലെ വന്നു കഴിഞ്ഞാൽ തിരക്കഥയിലും ഇൻട്രസ്റ്റ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല സിനിമകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരിക്കലും റിസ്കി പടങ്ങളും ആയിരിക്കില്ല. കാരണം ഞങ്ങൾ യൂട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ഒരു സ്പെസിഫിക് ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിർത്തിയ സിനിമയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഞങ്ങൾക്ക് അറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു റിസ്കി മൂവി അല്ല യൂട്യൂബ് പ്രൊഡ്യൂസ്. കാരണം സേഫായ ഒരു സിനിമയാണ്. ഞങ്ങൾക്ക് ഇനി അറിയേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്നൊരു ഫാക്ടറുണ്ട്. പണം ഭയങ്കര നല്ല സിനിമയാണ്, ഭയങ്കര എൻ്റർടൈനിങ് മൂവിയാണ്. ഇനി അത് ജനം എത്രത്തോളം അത് ഏറ്റെടുക്കുന്നു എന്നൊരു കാലതാമസം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ല ഈ സിനിമയ്ക്ക്. ഞാൻ പറയട്ടെ, ഇപ്പോൾ നല്ലൊരു തിരക്കഥ ഉണ്ടായാൽ മാത്രം പോരാ. അതിനിപ്പോൾ എന്താ പറയുക, ഈ പറയുന്ന പോലെ കുറേ ഘടകങ്ങളുണ്ട്. നല്ലൊരു പ്രൊഡ്യൂസർ വേണം, നല്ലൊരു ടെക്നീഷ്യന്മാർ വേണം, നല്ല ആക്ടേഴ്സ് വേണം. ഇപ്പോൾ ഞാനിപ്പോൾ വളരെ നല്ല സ്ക്രിപ്റ്റും വളരെ നല്ല പ്രൊഡ്യൂസറും വളരെ നല്ല ടെക്നീഷ്യൻസും, പക്ഷേ നമ്മുടെ മലയാളികൾ എപ്പോഴും നോക്കണം. ഇപ്പോൾ ഞാനായാലും ആരായാലും ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഫേസ് വാല്യൂ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിപ്പോൾ കുറേ പുതുമുഖങ്ങൾ വെച്ച് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാനല്ലെങ്കിൽ പേരെടുത്ത ഒരു സംവിധായകനാവണം. അപ്പോൾ ഞാനൊരു പുതിയൊരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ റിസ്ക് എടുക്കാം, റിസ്ക് അല്ല, എനിക്കൊരു എക്സ്പെരിമെൻറ്റ് നടത്താനും പറ്റില്ല. അപ്പോൾ ഞാനൊരു പേരെടുത്ത ആൾ ഞാൻ കുറേ പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പേരിൽ വിശ്വാസത്തിലും ആൾക്കാർ തിയേറ്ററിലോട്ട് കയറുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അത്രയും വലിയ പേരെടുക്കാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ഫേസ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ശ്രീനേട്ടനും ആസിഫ് അലിയും എന്ന് പറയുന്ന നല്ല നടന്മാർ നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ഫേസ് വാല്യൂ ഉണ്ട്. അപ്പോൾ അവർ അഭിനയിച്ചപ്പോഴാണ് ഈ സിനിമയ്ക്ക് വേറൊരു പ്രത്യേക ഒരു കളർ വന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അഭിനയിക്കുന്ന മറ്റെല്ലാ ആക്ടേഴ്സും വന്നപ്പോഴാണ് ഇതിന് മൊത്തത്തിലൊരു ലൈഫ് വന്നത്. പക്ഷേ ഞാൻ ഇത് ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ടോ അല്ല ആസിഫ് അലിനെയും ശ്രീനിവാസനെയും ഞാൻ പടത്തിൽ കാസ്റ്റ് ചെയ്തത്. ഞാൻ ഈ കഥാപാത്രങ്ങൾ ഞാൻ നോക്കിയപ്പോൾ ഹരിയേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന ആളാണ്. മലയാള സിനിമയിൽ എല്ലാവരും ശ്രീനേട്ടാന്ന് വിളിക്കാറ്. അപ്പോൾ ഹരിയേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് ശ്രീനേട്ടനല്ലാതെ വേറെ ആരെയും കാണാൻ പറ്റിയില്ല. അതാണ് സത്യം. ആസിഫ് ഇപ്പം നമ്മുടെ അനിയൻ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ ഒരു പയ്യൻ, ഒരു പാവം പയ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് മനസ്സിലുള്ള ഇതാണ് ആസിഫ് അലി എന്ന് പറഞ്ഞാൽ നമുക്ക് അതാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇതിലത്തെ അബി എന്ന് പറഞ്ഞ കഥാപാത്രം ആസിഫ് അലിയുടെ കയ്യിൽ ഭദ്രമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ എൻഡ് ഓഫ് ദ ഡേ പ്രൊഡക്റ്റ് കാണുമ്പോൾ ഭയങ്കര നമുക്ക് അറിയാൻ പറ്റും. ഇറ്റ് ഷോസ് ഓൺ ദ സ്ക്രീൻ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവരെ കാസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്റ്റാർ വാല്യൂം ഇവർ പടം നടക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാക്ടർ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ പറയണത് ഞങ്ങളെല്ലാവരുടെയും സിനിമയാണെന്ന് ഞങ്ങൾ പറയുള്ളൂ. ഇത് ഒരു കാരണവശാലും ഇത് എൻ്റെ സിനിമയോ അത് അവരുടെ സിനിമയോ ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ഞങ്ങളെല്ലാവരും കൂടി കൂട്ടിച്ചേർന്നപ്പോഴാണ് ഇതൊരു സിനിമയുടെ പൂർണ്ണതയായത്. അപ്പോൾ അതിന് കാരണക്കാരായ പ്രൊഡ്യൂസർമാരും വന്നതുകൊണ്ടാണ് ഈ സിനിമയായത്. എല്ലാവരുടെയും സിനിമയാണ്. പണ്ട് ഒരു സമയത്ത് എനിക്ക് വിളിച്ച് ഞാനൊക്കെ 80s 90s 2 മാസം കൂടുമ്പോൾ ഒരു സിനിമയോ 2 സിനിമയോ ഇറങ്ങാറുണ്ടായിരുന്നുള്ളൂ. 2-3 മാസത്തേക്ക്. പിന്നെ അടുത്ത സിനിമന് വേണ്ടിയൊരു കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു സിനിമ 25 ദിവസം ഓടുക അല്ലെങ്കിൽ 50 ദിവസം ഓടിക്കഴിഞ്ഞാൽ പണം ഹിറ്റ് എന്നുള്ളൊരു ഇത് കിട്ടി. 25 ദിവസം വേണ്ട, ഞാൻ ഒരു 100 ദിവസം ഓടണം ഹിറ്റാവണമെങ്കിൽ. അപ്പോൾ 50 ദിവസം ഓടിക്കഴിഞ്ഞാൽ ആവറേജ്, 100 ദിവസം ഓടിക്കഴിഞ്ഞാൽ ഹിറ്റ്, 150, 200, 500 ആയി കഴിഞ്ഞാൽ ബ്ലോക്ക് ബസ്റ്റർ.
ഇതായിരുന്നു കണക്ക്. മണിച്ചിത്രത്താഴ്, ഗോഡ് ഫാദർ, ഈ സിനിമകളൊക്കെ 500 ദിവസം ഓടിയ സിനിമകളാണ്. അപ്പോൾ ഒരു 50 ദിവസം ഓടിക്കഴിഞ്ഞാൽ ആ പടം ഓടിയില്ല എന്ന് പറയുള്ളൂ. 50 ദിവസം ഓടിയാൽ പോലും ഓടിയില്ല എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയി. ഇപ്പോൾ ഒരാഴ്ചയിൽ 5 പടങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഒരു ബിസിനസ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഒരു സിനിമ 2 ആഴ്ച ഓടിയാൽ മതി, പടം ഹിറ്റ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഒരു പടം ഇറങ്ങി 3 ദിവസം കഴിഞ്ഞ് പടം മോശമാണെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ പടം പോകും. അപ്പോൾ 2 ആഴ്ച ഓടിയ പടം ഹിറ്റ്. അപ്പോൾ അതൊരു 50 ദിവസം എത്തിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ്, 100 സഞ്ച ബ്ലോക്ക് ബസ്റ്റർ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഭയങ്കര ഇപ്പോൾ ഒരു ബാക്ക് ടു ബാക്ക് പടങ്ങളും ബാക്ക് ടു ബാക്ക് ഒരു ഭയങ്കര കോമ്പറ്റീറ്റീവ് ഫീൽഡായി മാറിയതോടെ നമ്മൾ മാർക്കറ്റിംഗ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ 5 പടം ഇറങ്ങുമ്പോൾ എൻ്റെ ആഗ്രഹം എൻ്റെ പടമാണ് ജനങ്ങൾ ആദ്യം കയറി കാണട്ടെ. അപ്പം ഞാൻ മറ്റുള്ള പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മറ്റുള്ള പടങ്ങളുടെ അവസ്ഥയോ കഥയോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ പടത്തിൻ്റെ മാർക്കറ്റിംഗ് വാല്യൂ ഞാൻ കൂട്ടുക, അത് കാണുമ്പോൾ തന്നെ എന്തെങ്കിലും കണ്ടപ്പോൾ തന്നെ പടം കാണാൻ തോന്നിപ്പിക്കുക, തിയേറ്ററിൽ വരുത്തിക്കുക. അതാണ് ഒരു മെയിൻ അജണ്ട. അത് വളരെ സക്സസ്ഫുള്ളായി എന്നാണ് എനിക്ക് തോന്നിയത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവരും പ്രീ മാർക്കറ്റിങ്ങിൽ ഭയങ്കര ശ്രദ്ധിക്കുന്നുണ്ട്. പോസ്റ്റ് മാർക്കറ്റിങ്ങിനും അതിനേക്കാളും കൂടുതൽ ശ്രദ്ധ നടത്തുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ പടം ഇറങ്ങി നല്ലതാണെന്നുണ്ടെങ്കിൽ അത് 2 ആഴ്ച ഓടിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു 3, 4, 5 ആഴ്ച ഓടിക്കാനുള്ള ശ്രമം. ആ സമയത്ത് പ്രൊമോഷൻ കൂട്ടുകയും അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പിന്നെയും മാറ്റിയെടുക്കുകയും അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു സിനിമ കഴിഞ്ഞു, അത് കഴിഞ്ഞു, ഇനി അടുത്ത സിനിമ എടുക്കും, അങ്ങനെയല്ല. അപ്പോൾ ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഈ സിനിമയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നുള്ളൊരു ഫാക്ടർ. അപ്പോൾ നല്ലൊരു കാര്യം മാർക്കറ്റിംഗ് ഉള്ളത്.